ആ വന്ന് ആ തൊട്ടില്ല, ഭാഗ്യത്തിന് വീണില്ല. വണ്ടി ഓട്ടിയിട്ട് എടാ അവൻ മറ്റേ വണ്ടി ഓടിക്കാൻ മറ്റേത് കംപ്ലീറ്റ് അവിടെ മിഷൻ കംപ്ലീറ്റ്. അതാണ് എന്നെ കൊണ്ടോ വണ്ടി പോണ. ഓ നോക്കാം ചേട്ടേ ചാറ്റ് നോക്കാമേ ആരാദ്യം എടുക്കും നോക്കാമേ. എടാ ചേട്ടൻ ഞാൻ അറബിയായി മാറിയത് എങ്ങനെയുണ്ട്? കൊള്ള ഡബ്ല്യു അറബി. ഞാനാണ് ഇപ്പൊ അറബിയടാ, ദുബായ് അറബി. തൊപ്പി ഇട്ടിരുന്നത് ചിലപ്പോ ഏകദേശം സാമ്യം വന്നേ. നമ്മൾ ഒരു രണ്ട് അറബികൾ. ഇതിപ്പോ ഞാൻ അറബി, ഇത് വേറെ. ഇവ അറബി അല്ല, ഞാൻ അറബി. ഓ അതും വൈറ്റടാ. വൈറ്റ് ആ ഒരു സിഗ്നേച്ചർ സാധനമാണ്, മനസ്സിലായില്ലേ? സിഗ്നേച്ചർ സാധനമാണ് വൈറ്റ്. എടാ ഒഫീഷ്യൽ എല്ലോ നീ ആലോചിക്കണം. നമ്മൾ അറബി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആ ഒരു വെള്ളയും ആ ഒരു ഇതുമാണ് മനസ്സിൽ വരണം എല്ലാവരും. അതിനുശേഷം നിന്റെ കളർ അറബി എന്ന് പറയുമ്പോൾ അല്ലല്ല അറബികൾ എടാ അറബികൾ വെള്ളയാണ്. അറബികൾ വെള്ളയാണ്. മറ്റേ നാടോടിക്കാറ്റിൽ മോഹൻലാൽ വരെ വെള്ളയാണ് ഇടണം അറബി എന്ന് പറയുമ്പോ. ചാറ്റ് അറബികൾ വെള്ളയാണ്. അറബീന്ന് അടിച്ചു നോക്കുമ്പോ തന്നെ വൈറ്റ് ആണ് കൂടുതലും വരണ. എന്ത് ഇല്ല ബഗ് അടിച്ചില്ല. അറബികൾ ചേട്ടേ ഫോക്സ് അറബി ചാറ്റ് ഫോക്സ് അറബി. ഞാൻ ഒരു പെട്ടെന്നാണ് എനിക്കത് മനസ്സിൽ വന്നത്. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഗെയിമിൽ കയറിയപ്പോഴാണ് അവൻ ലൈവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞേ. എടാ ഞാൻ ലൈവിൽ നിന്ന് ഇടാതിരുന്നതാണ്. ലൈവ് അവൻ പറഞ്ഞേ ഇടായിരുന്നതാണ്. പെട്ടെന്ന് ഗെയിമിൽ ഒന്ന് കയറിയപ്പോൾ ഇത് ഓർമ്മ വന്ന് അപ്പം തന്നെ ലൈവ് വിട്ട് അപ്പം തന്നെ ഞാൻ അറബിയായിട്ട് ട്രാൻസ്ഫർമേഷനുമായി. അറബിയായി ഞാൻ ഇപ്പം അറബിയാണ്. ഞാൻ ഫോക്സ് അല്ല, ഞാനിപ്പോൾ അറബി. റെഡ് ഫോക്സ് അല്ല, ഞാനിപ്പോൾ വൈറ്റ് അറബി. ഞാൻ വെള്ള അറബി, വൈറ്റ് അറബി ഞാനാണ്. ഫോക്സ് അറബി അതൊക്കെ ഞാൻ തന്നെ. നീ ആര്? നീ ഇപ്പം അറബി അല്ലല്ല. എടാ ഇവൻ തൊപ്പിയില്ല. താടി എന്ത് കാര്യം? തൊപ്പി സിഗ്നേച്ചറാണ് ചേട്ടൻ. തൊപ്പി ആ ബണ്ടിലൊക്കെയാണ്. ഞാൻ അതാണ് ഉടുപ്പ് വെള്ളയിട്ടാണ്ടാ. അതാണ് ചേട്ടൻ, അതാണ്. എടാ അറബികൾ വെള്ള ഇടുന്ന എന്താണ് പറയണ ചേട്ടാ? അറബി നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് വെള്ളയാണ്ടാ വരണ അറബി എന്ന് പറയുമ്പോ തന്നെ. അർബാബ് അത് നീ അയക്കോ, എനിക്ക് അറബി ആയാൽ മതി. ഇപ്പൊ മതിയേ. ഞാൻ അറബി, ഇത് കാട്ടറബി. ഓ ഉറപ്പിച്ച്. എടാ എവനെ മുമ്പ് നമ്മൾ കാട്ടറബി എന്നല്ലേ വിളിച്ചോണ്ടിരുന്ന. ഞാൻ നിന്നെ കൊറേ വിളിച്ചിട്ടില്ലേ? ഓ ഉറപ്പിച്ച് തന്നാടേ. നീ എന്നെ കൊണ്ടുപോകണം, ഇപ്പഴാണ് ശ്രദ്ധിച്ചത്. നീ എന്നെ കൊണ്ട് പോണം 10 കിലോമീറ്റർ. അപ്പോഴേ ചലഞ്ച് കംപ്ലീറ്റ് ആവുള്ളൂ. നേരെ ഞാൻ അതാണ് നോക്കണത്. ചലഞ്ച് കംപ്ലീറ്റ് ആവില്ല എനിക്ക്. നീ എന്നെ കൊണ്ട് കാറി പോണം. അപ്പൊ എനിക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആയാ? ഇല്ല, നീ നീ എന്നെ കൊണ്ട് കുറച്ചുകൂടെ പോയാണ് എനിക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആവും. നീ എന്നെ കൊണ്ട് കുറച്ചുകൂടെ പോകും, അപ്പൊ എനിക്കാവും ചലഞ്ച്. എന്നെ കൊണ്ട് പോടാ, എന്നെ കൊണ്ട് നീ പോവാ. അതിന് എന്നെ കൊണ്ടുപോവാ. എടാ എവൻ എൻ്റെ അടുത്ത് പറഞ്ഞ വണ്ടി കയറി ഞാൻ ഓട്ടിക്കാന്ന്. എന്തോ നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞ? നീയല്ലേ അറബി പറഞ്ഞ? എന്തോന്ന് അറബി പറയണ? വേറെ എന്തൊരു ചലഞ്ച്? ഇല്ല ചലഞ്ച് 10 എടാ നീ കംപ്ലീറ്റ് ആയ കാണിക്കണ്ടല്ലോ. കംപ്ലീറ്റ് ആയാ എന്തോ ചിലപ്പോ എനിക്ക് മറ്റേ ബണ്ടിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ട അതിനാണ് ഞാൻ കൊണ്ടുപോകണ്ട. ഇറങ്ങ ഫോട്ടോ എടുക്കട്ടെ. ആരെങ്കിലും വണ്ടിയുടെ അടുത്ത് വന്നാണ് ഫോട്ടോ എടുത്തോട്ട്. എടാ എൻ്റെ അപ്പുറ സൈഡ് വയ്ക്കി. എന്താടാ എടാ താടിയില്ല, അതുകൊണ്ട് മാസ്ക് വയ്ക്കുക. അറബികൾ എന്ത് മുഖം മൂടൂലേ? ഇപ്പൊ കൊറോണ വരുമ്പോ അറബികൾ മുഖം മറയ്ക്കൂലേ? അതുപോലെ തന്നെടാ. അങ്ങനെ വിചാരിച്ചാൽ മതി. അതിന് അറബികൾ മാസ്ക് വയ്ക്കൂല. അത്യാവശ്യ ഘട്ടമൊക്കെ വന്നാൽ ഏത് അറബി മാസ്ക് വയ്ക്കും? മുഖം മറയ്ക്കും. മനസ്സിലായില്ലേ?
താടി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. താടി വളരെ വരട്ട്. അപ്പം ഞാൻ വണ്ടി ഇട്. എനിക്ക് അപ്പുറത്തും എനിക്ക് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ട്. നീ ഓക്കെ സെറ്റ്. എന്റെ കാറിന്റെ അവിടെ തന്നെ ഫോട്ടോ എടുക്കണോടാ. എടാ നിന്റെ അടുത്തല്ലേ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞ ഫോട്ടോ കുഴപ്പമില്ല. നീ ഓക്കെ സെറ്റ് എനിക്ക് ഒരു സെക്കൻഡ്. ചിലപ്പോൾ ഇനി മുതൽ ഞാനാണ് ദ റിയൽ അറബി. അപ്പം ഇവനൊന്നും അല്ല റെഡ് ഫോക്സ് ദ അറബി. കോപ്പി അടിക്കാൻ അവൻ്റെ എന്തിരിക്കണം, അവന് ഉടുപ്പ് പോലും ഇല്ല. അറബിയുടെ വണ്ടിയിലില്ല അവന്. നിക്കടാ ഞാൻ ഒന്ന് ഇത് എടുത്തോട്ടാ. നല്ലൊരു ഫോട്ടോ എടുത്തോട്ട് അറബി. ഞാനൊരു നല്ല ഫോട്ടോ എടുക്കട്ടെ. ഞാൻ എൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കട്ടെ. തമ്പനയിലായിട്ട് ഇടാം. ഇത് റിയൽ അറബി എന്നും പറഞ്ഞൊരു തമ്പനയിൽ അങ്ങ് ഇടാം. എടാ എനിക്ക് മിഷനാ കംപ്ലീറ്റ് ആയ എന്തോ കാറിന് ഇങ്ങനെ പോണം. ഓക്കെ അപ്പൊ യഥാർത്ഥ അറബി. അപ്പൊ നിന്നെ എന്തിനാ വിളിക്കട്ടെ? നീ അല്ലേ, നീ വണ്ടിയിലില്ലാത്ത അറബി. ഉടുപ്പിന്റെ ആവശ്യമല്ലേ. ഉടുപ്പെടുക്ക് ചേട്ടേ. എടാ ഞാൻ ഇത് എനിക്കറിയാം. ഇത് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് വീഡിയോ ആയിട്ട് ജോലി എത്ര ദ റിയൽ അറബിന്ന് ടൈറ്റിൽ കൊടുക്കാം. ദ റിയൽ അറബി എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാം. വണ്ടി കൊള്ളാടാ, നൈസായിട്ട് അങ്ങ് പോണു. എൻ്റെ വണ്ടിയാണ് ഇത്ര നിൽക്കൂല. എൻ്റെ വണ്ടിയാണ് സ്പീഡ് പെട്ടെന്ന് ഇതായി പോയാൽ കൺട്രോൾ ചെയ്യാൻ പാടാണ്. ഇവൻ്റെ വണ്ടി സുഖമായിട്ട് സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം എനിക്ക്. ഇത് ഏത് വണ്ടി? ഇത് എത്ര നമ്പർ വണ്ടി? എടാ നിന്റെ എത്രാമത്തെ വണ്ടി എന്നല്ല, ഇത് വണ്ടി വാങ്ങിക്കുന്നിടത്ത് എത്രാം നമ്പർ എന്ന്. അത് ഞാൻ നോക്കില്ല, ശ്രദ്ധിച്ചില്ല. നോക്കണം. എനിക്ക് അതിപ്പോ നോക്കുമ്പോ അടുത്ത മാച്ചിലാ ഇത് കൊണ്ടുവരും. ഇല്ല ഞാൻ കൊണ്ടുവരൂല. എനിക്ക് എന്റെ ഒറിജിനൽ വണ്ടി ഉണ്ടല്ലോ, ഞാൻ അത് വൈറ്റ് ആക്കി കൊണ്ടുവന്നോളാം. ഞാൻ അത് വൈറ്റ് ആക്കി അതിൽ കുറച്ച് അറബ് സാധനങ്ങളും അടിച്ചുകൊണ്ട് വന്നോളാം. ടയർ കൊള്ളാം. ഓടിക്കുമ്പോൾ നൈസായിട്ടുണ്ടായിരുന്നു. ടയർ മാറ്റിക്കൊണ്ടാണോ തോന്നി. ഓടിച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോയി. അറബിന്ന് ഞാനല്ലേ അറബി. എടാ നീ അറബികൾ പറഞ്ഞ 2-3 ഫേമസ് ഡയലോഗ് എനിക്ക് പറഞ്ഞു തന്നാണ്. അറബികളുണ്ടല്ലോ, റിയൽ അറബികൾ പറയണ ഫേമസ് ഡയലോഗ് എനിക്ക് എൻ്റെ വണ്ടിയിൽ പതിപ്പിക്കാനാണ്. ഓ പിന്നെ നീ പറ. അയ്യവനറിയാമല്ലോ അറബി. ഇത്തിരി പറയടാ, ഞാൻ ഇത്തിരി ചോദിക്കുമ്പോ ഇത്തിരി പറയടാ. ഞാൻ അറബികൾ പറയണ ഓടിച്ച് ഹബീബി കുല്ല ഹബീബി ഹബീബി കുല്ല ഹബീബി. എൻ്റെ ഞാൻ ഇനി ഇത് യഥാർത്ഥ അറബിയായിട്ടുള്ള ഇതാണ് നിങ്ങൾ കാണാൻ പോണേ. യഥാർത്ഥ അറബിയാണ് ഇനി മുതൽ ഞാനാണ്. ഇവനല്ല കേട്ടോ, ഇവനൊന്നും അല്ല. ഞാൻ നിനക്ക് ആടെ അറബിന്ന് ഞാൻ ഇപ്പൊ ഇവൻ എന്തിന് വിളിക്കട്ടെ? കാട്ടറബിന്ന് വിളിക്കാം. ആണല്ലേ ഉടുപ്പ് നീ എടു. അതുവരെ ഞാനാണ്. ഇവന് പൈസ കൂടുതലാണ് ഇപ്പൊ, മനസ്സിലായില്ല ചേട്ടാ. ഇവനിപ്പോ പൈസ കൂടുതലാണ്. അവൻ ഇപ്പൊ വേണേ ചിലപ്പോ ഇതാക്കും. എന്നാലും നോക്കട്ടെ ചേട്ടാ, നോക്കട്ടെ. നോക്കാം. എന്തിരി വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട ചേട്ടാ. അങ്ങനെ ഞാൻ അറബിയായി മാറിയിട്ടുണ്ട്. അത് ഒറിജിനൽ സാധനം. ചുവന്ന ബോക്സ് ഒന്നുമല്ല, വൈറ്റ് അറബി. അതാണ് ഞാനാണത് വൈറ്റ് അറബി. ഇവൻ കാട്ടറബി, ഫോറസ്റ്റ് അറബി.
ഓക്കെ. അടുത്ത യൂസ് ഇമോഷണൽ നാമേഷൻ യൂസ് അതെന്ത് സംഭവം? എടാ അവരെല്ലാം കംപ്ലീറ്റ് ആക്കാനാണ്, കണ്ട എല്ലാം കംപ്ലീറ്റ് ആക്കാനാണ്. അത് ഇമോട്ടഡ് ആണ്. ഇമോഷൻ മറ്റേതാണ്ട് ഈ സാധനം കണ്ട മോളിലൊരു ഇമോജിയുടെ ചിഹ്നം കണ്ട. അതിൽ തൊട്ടിട്ട് ഏതെങ്കിലുമൊക്കെ ഇമോജി ഇട്ടോണ്ട് 20 തവണ ഇട്ടാൽ മതി. ഇറങ്ങേണ്ട ആവശ്യമില്ല, വണ്ടി ഇരുന്നിടാം. വണ്ടി ഇരുന്നിടാം. നീ ഡാൻസ് ഇമോട്ടല്ല, ഇമേജുകൾ. നീ എവിടെ? നീ അവിടെ തന്നെ. ഞാൻ വരാം. നീ മറ്റേ ഇമോജി ഇട്ടോണ്ടിരി, അപ്പോഴത്തേക്ക് ഞാൻ വരാം. ഇമോജി ഇട്ടോണ്ടിരി. 20 ഇമോട്ടല്ലടാ, ഇമോജി. ഇമോജിയുടെ ചിഹ്നമില്ല, അതിൽ തൊട്ട് ഏതെങ്കിലും ഇട്ടോണ്ടിരി. ആ ഇത് തന്നെ 20 തവണ ഇട്ടാൽ മതി. അങ്ങനെ ദ റിയൽ അറബി ഞാൻ വരുന്നു. ഇമോജി ഇട്ടാ? ഓക്കെ ഓക്കെ. അങ്ങനെ അത് റിയൽ അറബി ഞാൻ മാറി. റിപ്പയർ ഷോപ്പാ എൻ്റെ കൂടെ നിൽക്കാന്ന് സ്പോട്ട് ചെയ്തോട്ട്. അവൻ അടുത്ത മിഷൻ എന്തിനെന്ന് വെച്ചാല് അവനിപ്പോൾ 3 മിഷനും കംപ്ലീറ്റ് ആയി കാണും. 300 കോയിൻ കിട്ടി കാണും. ഇപ്പം അവൻ എത്ര 600 കോയിനെങ്കിലും ആയി കാണൂടാ. പക്ഷേ അവൻ പെട്ടെന്ന് എടുക്കൂടാ. നോക്കട്ടെ. ഇത് റിയൽ അറബി ഞാനാണ്. നോക്കാം. വണ്ടി ഇടിച്ച് ഇങ്ങാട്ട്. നീ എങ്ങാട്ട് പോണെന്റെ വണ്ടി ഇടിച്ച് തകർത്തന്റെ വണ്ടിയുടെ ബേക്ക്. അന്ന് ഒരുത്തന്റെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ 50,000 രൂപ പോയെന്റെ. നീ എല്ലാം കൊണ്ട് ഇടിച്ച ചാറ്റ. അവനല്ലേ അവന്റെ വണ്ടി കൊണ്ടിടിച്ച. ഇവ എന്തിനാ അവന്റെ വണ്ടി കൊണ്ടിടിക്കാൻ പോയെ? വണ്ടി ഇടിച്ചവന്റെ വണ്ടി തൊരുവില്ലല്ലോ. എടാ നീ എന്റെ ഈ വണ്ടി എത്ര തവണ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്? എന്റെ 1 ലക്ഷം അയച്ചു കൊടുക്കാൻ പറയും. എന്റെ ഈ വണ്ടി എത്ര തവണ അറബി കൊണ്ട് ഇടിച്ചിട്ടുണ്ടെന്നോ? ഞാൻ 1 രൂപ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ അറബി കടത്തിലാവും. ഞാൻ ആരെയും വിളിച്ചോണ്ടിരിക്കണ അറബി എന്ന്? ഞാനല്ലേ അറബി, നീ ആര്? ഞാൻ അറബി. പക്ഷെ ഞാൻ പേര് മാറ്റി വിളിക്കണം. ഓർക്കാതെ പേര് മാറ്റി വിളിച്ചോണ്ടിരിക്കണം. ഞാനാണ് അറബി. ഞാൻ നീ ഫോറസ്റ്റ് അറബി. റിപ്പയർ ഇവിടെ നിക്ക്. ഞാൻ നിനക്ക് വണ്ടി റിപ്പയർ ചെയ്യണ്ടേ? ഇങ്ങ് വാ. ഇവിടെ വണ്ടി റിപ്പയർ ചെയ്യാനുണ്ട്. നീങ്ങി വാ. പൈസ കൊടുക്കാം. പിന്നെ നീ അവന്റെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടല്ലേ ഞാൻ പറയണ? നീ വണ്ടി കൊണ്ട് ഇടിക്കണം എന്തിനാ അവന്റെ? വന്ന വണ്ടിയാന്ന് മൗണ്ടിന്റെ മോളിൽ എടുത്തോണ്ട് പോയത്. തൊട്ടില്ല, ഭാഗ്യത്തിന് വീണില്ല.